എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും മിലു കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ മിലു കിച്ചണിൽ അമ്മയല്ല കുക്ക് ചെയ്യാൻ പോകുന്നത്, ഞാനാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വലിയ റെസിപ്പികളായിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്, വളരെ ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്കും അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവർക്ക് ചായ ഇട്ട് കൊടുക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും ഒരു 7th 6th ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങൾ കുക്ക് ചെയ്യാൻ പഠിച്ചു തുടങ്ങും. അപ്പം ഇപ്പം ഞാൻ 9th-ലായി. അപ്പം ഞാൻ വലിയ റെസിപ്പികളായിട്ട് ഞാൻ വഴിയേ വരുന്നതായിരിക്കും. അപ്പം ഞാൻ ഇന്നിവിടെ ഞാൻ എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്ക് എങ്ങനെയാണ് ചായ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലൊക്കെ പോവുകയാണെങ്കിലും ഞാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ചായയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ നിന്ന് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ ചെറുതായിട്ട് പഠിച്ചെടുക്കും. അപ്പം ഞാൻ അപ്പച്ചനും അമ്മച്ചും എടുത്ത് പോകുമ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർ നല്ലൊരു കോംപ്ലിമെൻറ്റ് പറയുന്നത് എന്നെ പോലുള്ള എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പം അവർക്ക് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചായ എല്ലാവർക്കും ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഞാനൊരു ഇതുപോലുള്ളൊരു സോസ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ടില്ല. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ KD കവിൻ്റെ ഫ്രഷ് മിൽക്ക് ഫുൾ ക്രീമിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 1 കപ്പാണ് ഞാൻ ഇതിലേക്ക് ആദ്യമേ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ 2 പേർക്കുള്ള ചായയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലും അതോടൊപ്പം തന്നെ നമ്മൾ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ചായ ആയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേയിലപ്പൊടി ചേർത്ത് കൊടുത്തു. ഞാനിവിടെ ഇപ്പം ഈ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേർക്കുന്നതിൻ്റെ ഒരു വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഇത് നമ്മളിനി തിളച്ച് വരാൻ വേണ്ടി നന്നായിട്ട് അതിൻ്റെ കളറ് നല്ലതായിട്ട് മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ തീ കുറച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ചായ നന്നായിട്ട് കളറൊക്കെ നന്നായിട്ട് മാറി നല്ല കടുപ്പത്തിൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചായയും കാപ്പിയും ഒക്കെ അടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് അത് മിക്സായി വരും നമ്മൾ അടിക്കുമ്പോൾ. ഇനി നമുക്കിത് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തയ്യാറാക്കി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇഞ്ചി ചായ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മിലു കിച്ചൺ.